ഹായ്, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഒരു പുതിയ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ഒരു 18 കിലോമീറ്റർ താണ്ടി കഴിഞ്ഞാൽ ചിങ്ങഞ്ചിറ എന്നൊരു സ്ഥലമുണ്ട്. അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. പുറത്ത് നല്ല മഴയുണ്ട്. നമ്മളിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി കാണാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ നമുക്ക് എന്നാലും പോകാം. പക്ഷേ വിട്ട് പെയ്യുന്ന മഴ ആയതുകൊണ്ട് ഒരു ഗ്യാപ്പുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് അവിടെ യാത്ര നമുക്ക് ചെയ്യാം. നമുക്ക് അവിടെ വെച്ച് നോക്കാം. നമ്മളീ പോകുന്ന റോഡ് തൃശ്ശൂരിൽ നിന്ന് ഗോവിന്ദാപുരം റൂട്ടാണ്. അതിൽ കൊല്ലങ്കോട് എന്ന് പറഞ്ഞ ടൗണ് നമ്മൾ കടന്നിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് നമ്മൾ ഗോവിന്ദാപുരം എന്ന് പറഞ്ഞത് തമിഴ്നാടിൻ്റെ ഒരു ബോർഡറാണ്. ആ ബോർഡർക്ക് ഇവിടുന്ന് ഒരു 15-16 കിലോമീറ്റർ താണ്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബോർഡർ എത്താം, തമിഴ്നാട് ബോർഡർ എത്താം. വാളയാറ് മെയിൻ ചെക്ക് പോസ്റ്റ് എന്ന് വെച്ചാൽ 47 നാഷണൽ ഹൈവേ കഴിഞ്ഞ അടുത്ത ചെക്ക് പോസ്റ്റ് നമ്മുടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ പ്രധാനപ്പെട്ട ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പോളങ്ങൾ എന്ന് വെച്ചാൽ പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളൊക്കെ കൂടുതലായിട്ട് വരുന്നത് ഈ റോട്ടിൽ കൂടെയാണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ നമുക്ക് നെന്മാറയ്ക്കൊക്കെ അടുത്ത പ്രദേശവും തൃശ്ശൂർ അടുത്ത പ്രദേശം ആയതുകൊണ്ട് ഈ റോഡിൽ കൂടെയാണ് കൂടുതലും നമുക്ക് പച്ചക്കറി മറ്റുള്ള സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പൊള്ളാച്ചി അടുത്തായതുകൊണ്ട്, പൊള്ളാച്ചി ഗോവിന്ദാപുരത്ത് നിന്ന് 30 കിലോമീറ്റർ മറ്റു കഷ്ടേ ഉള്ളൂ. അതുകൊണ്ട് ഈ റോഡിൽ കൂടെയാണ് ഈ റോഡാണ് മെയിനായിട്ട് പണ്ട് കാലം മുതലേ തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ പച്ചക്കറി മറ്റുള്ളതൊക്കെ ഉപയോഗിക്കുന്നത്. ചെറുതായിട്ട് നല്ല മഴ ചാറുന്നുണ്ട് വെളിയിൽ. ഈ വലതുവശത്ത് കാണുന്ന റോഡിൽ കൂടെയാണ് ഇപ്പോൾ നമുക്ക് പോകേണ്ടത്. ചിങ്ങഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വലതുവശത്ത് കാണുന്ന റോഡിൽ കൂടെ നമുക്ക് പോകേണ്ടത്. അത് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ഗ്രാമപ്രദേശമാണ്. ഒരു ഗ്രാമത്തിൻ്റെ ഉൾപ്രദേശത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കാം. നല്ല മഴയുണ്ട്. ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുന്നു, കണ്ടല്ലേ? അത് കാരണം കൂടുതൽ പ്രകാശം നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല നിങ്ങൾക്ക്. മഴ മാറട്ടെ എന്ന് വെച്ചിട്ടാണ് കാലത്ത് പോലെ നിന്നത്. പക്ഷെ മഴ മാറുന്ന ലക്ഷണം കാണാനില്ല. അപ്പോൾ എന്നിരുന്നാലും മഴ വിട്ട് പെയ്യണ കാരണം നമുക്ക് പോകാന്നുള്ള ധൈര്യത്തിലാണ് ഇറങ്ങിയത്. മഴ പോകും, കാരണം ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ പെയ്തിട്ട് പോകുന്നുണ്ട് മഴ. അതുകൊണ്ടാണ് ഇറങ്ങിയത്. ഒരു ഗ്രാമപ്രദേശമാണ്. ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് നോക്കാം. കാഴ്ചകൾ അവിടെ എത്തിയിട്ട് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. വളവും തിരുവളും കൂടുതലുള്ള സ്ഥലങ്ങളാണ്. മുന്നേ ഞങ്ങൾ വർഷങ്ങൾക്ക് മുന്നൊക്കെ വരുന്ന സമയത്തൊന്നും ഇത്ര വീടുകൾ ഉണ്ടായില്ല. അപ്പോൾ നല്ലോണം വീടുകളൊക്കെ ആയി. നല്ല വളവും തിരുവുള്ള റോഡാണ്. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം വരണമെങ്കിൽ. നല്ല മഴയുണ്ട്, അതാണൊരു വിഷമം. മഴ തെളിഞ്ഞ് കിട്ടിയാൽ വളരെ സന്തോഷം. നമ്മൾ ഏകദേശം സ്ഥലത്തായി. പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഒന്ന് വഴി തെറ്റി. കുഴപ്പമില്ല, വീണ്ടും നമ്മളിത് എത്താറായി. ആ സ്ഥലം ചിങ്ങഞ്ചിറ എന്നൊരു സ്ഥലം നിങ്ങൾ പേര് മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. കൊല്ലങ്കോട്ടിൽ നിന്ന് ഏകദേശം ഉള്ളിലേക്കൊരു 8 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലം കാണാം. ഇതിൻ്റെ പ്രത്യേകതകൾ ഞാൻ അവിടെ വെച്ച് പറഞ്ഞുതരാം. ഇതാണ് ചിങ്ങഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലം, കണ്ടില്ലേ? ഒരു പ്രത്യേകതരം ഭംഗിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഈ ആലുകൾക്ക് എല്ലാം ഊഞ്ഞാൽ വള്ളികളിലെ കണ്ടമാനം വള്ളികൾ കണ്ടില്ലേ? ഈ വള്ളികളിൽ നമുക്ക് തൂങ്ങി ആടാറുണ്ട്. ഇവിടെ ഒരുപാട് എന്താ പറയുക, ഭക്തർ വരുന്നൊരു സ്ഥലമാണ്. ഇവിടെ ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിൽ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ കൊറോണ കാരണം ആരും വരാറില്ല. ഒരു വലിയ
ഒരു സ്ഥലമാണ്. ഒരുപാട് ആളുകളുള്ളൊരു പ്രത്യേക ഒരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ നല്ല രസമുള്ള ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ വരാറുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വന്ന് തമിഴ്നാട്ടിൽ നിന്നും നമ്മൾ ആഗ്രഹങ്ങളൊക്കെ സഫലമാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, തൊട്ടിലുകൾ, അതേപോലെ വീട് സഫലമായൊക്കെ വീട് അവർ കൊണ്ടുപോയിട്ട് മരത്തിൻ്റെ ഒരു പ്രതീകമായിട്ടൊരു വീട് വയ്ക്കുന്നു. അതിൽ തൊട്ടിലുകൾ വയ്ക്കുന്നുണ്ട്. അതാണ് ചെങ്ങിഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രം. ഇവിടെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് നിറവേറ്റിയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. തൊട്ടിലുകൾ, അതേപോലെ കൂടുതലും നമ്മൾ വീട് കെട്ടണം നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാകുമ്പോൾ നമുക്കത് അതിൻ്റെ പ്രതീകമായിട്ട് കൊണ്ടുവന്ന് വയ്ക്കുന്ന സംഭവങ്ങളാണ്. ഫാമിലികൾ ഒരുപാട് വരാറുണ്ട്. എന്ന് വെച്ചാൽ പല ഭാഗങ്ങളിൽ, തൃശ്ശൂരിൽ നിന്ന്, അതേപോലെ എറണാകുളത്ത് നിന്ന്, പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കഴിച്ച് ഒക്കെ പോകാറുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് സിനിമയല്ല, നമ്മൾ ഒരുപാട് ആൽബങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അതൊക്കെ കുട്ടികൾക്ക് ഊഞ്ഞാലാടാനും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഇവിടെ മഴയുടെ ഒരു ഇരുട്ട് കാരണം കൂടുതൽ നമുക്ക് കാണാൻ അങ്ങനെ ഒരു ഭംഗിക്കുറവുണ്ട്. അല്ലേ, ഇത് മനോഹരമായ സ്ഥലം, ഒരു ശല്യമില്ലാത്ത സ്ഥലമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിജനമായ ഒരു സ്ഥലമാണ്. ഈ സ്ഥലം കംപ്ലീറ്റ് ആലുകൾ മാത്രമേ ഉള്ളൂ. ഈ ആലുകൾ കുറേ ആലുകളുണ്ട്. ഈ ആലുകളിലൊക്കെ ചുറ്റും വള്ളികൾ തൂങ്ങുന്നുണ്ട്. എന്ന് വെച്ചാൽ നടുവിൽ ചുറ്റും വള്ളി തൂങ്ങുന്നുണ്ട്. ആ വള്ളിയെല്ലാം അറുത്ത് വിട്ടിറക്കണമല്ലേ, ഇതെല്ലാം അറുത്ത് വിട്ടിറക്കാം. ഇത് നിലത്ത് മുട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു മരമായി മാറും. അതുകൊണ്ടാണ് ഇവർ ഇത് അറുത്ത് വിട്ടിറക്കുന്നത്. എല്ലാ ഭാഗത്തും കണ്ടില്ലേ. എൻ്റെ ഈ ഭൂമിയിൽ മുട്ടിക്കഴിഞ്ഞാൽ വീണ്ടും മുളച്ച ഒരു സംഭവം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അത് നമ്മൾ കാണിച്ചു തരാം. കാണുന്നൊരു മരച്ചില്ലയാണ്. ഒരു ചെറിയ ചില്ല വന്ന് അത് വലുതായി. ആ വലുതായി ചില്ല വന്നിട്ട് ഇങ്ങനെ വന്നു. ഇവിടെ വന്നിട്ട് അതിൻ്റെ മരത്തിൻ്റെ ചില്ലകൾ വീണ്ടും ഭൂമിയിൽ മുട്ടി അത് വീണ്ടും ഒരു മരമായി മാറി. അതിൻ്റെ ചില്ലത ഈ പോകുന്നു. ആ പോയിട്ട് വീണ്ടും അതിൻ്റെ ചില്ലത ഭൂമിയിൽ മുട്ടിയപ്പോൾ വീണ്ടും ഒരു മരമായി മാറി. അതിൻ്റെ ചില്ലകളാണ് ഈ കാണുന്നത്, കണ്ടല്ലേ. ഇതെല്ലാം ഭൂമിയിൽ മുട്ടുമ്പോൾ വീണ്ടും ഒരു മരമായി മാറുന്ന ഒരു പ്രക്രിയയാണ്. ഇതൊരു വലിയൊരു മരമായി മാറി, കണ്ടല്ലേ. ഇതെല്ലാം ചില്ലകൾ അതിന്ന് ഭൂമിയിൽ ചെറിയ വള്ളികൾ മുട്ടുന്നുണ്ട്, കണ്ടല്ലേ. ഇതെല്ലാം പിന്നീട് ഒരു ആലിൻ്റെ മരമായിട്ട് മാറുന്നൊരു പ്രക്രിയയാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു പ്രത്യേകതരം കംപ്ലീറ്റ് ആലുകളാണ് അവിടെ, കണ്ടല്ലേ. കംപ്ലീറ്റ് ആൽമരങ്ങൾ, ഇഷ്ടം പോലെ ആലും മരങ്ങളും. ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ കൊറോണയൊക്കെ കാരണം ആരും വരാതില്ല. അപ്പോൾ ഒരുപാട് പ്രാർത്ഥനയ്ക്കും മറ്റുള്ളതുമായിട്ട് ഫാമിലി ആയിട്ടാണ് കൂടുതലും വരാറ്. തമിഴ്നാട്ടിൽ നിന്നും അതേപോലെ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ അറിയുന്നവരും അറിയാത്തവരായിട്ട് ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട്. മെയിനായിട്ട് ഫാമിലികളൊക്കെ കുട്ടികൾക്കൊക്കെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് സന്തോഷിക്കാനും അല്ലെങ്കിൽ നല്ല രസം പകർന്ന ഒരുപാട് സ്ഥലമാണിത്. അപ്പോൾ ശല്യമില്ലാത്തൊരു ശല്യം എന്ന് വെച്ചാൽ മറ്റുള്ള ടൗണിൽ നിന്നൊക്കെ മാറി ഒരുപാട് കുട്ടികളൊക്കെ കളിച്ച് ചിരിച്ച് നടക്കാനും ഓടി കളിക്കാനും അവർക്ക് ഉല്ലസിക്കാനും ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ. ഈ ഒരു സംഭവം നമുക്ക് നോക്കുമ്പോൾ ഒരു ആലാണെന്ന് തോന്നുന്നു, പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആ കാണുന്ന ഒരു തെങ്ങിൻ തോപ്പാണ്, അല്ലേ. സോറി തെങ്ങിൻ തോപ്പല്ല, ആ കാണുന്നതൊരു മാവിൻ തോപ്പാണ്, മാവിൻ തോട്ടമാണത്. ആ കാണുന്നതെല്ലാം എല്ലാ ആലാണ്. ഇവിടെ കംപ്ലീറ്റ് ആൽമരങ്ങളാണ്. ഇപ്പോൾ ഈ ആൽമരം കാണാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയും ദൂരം വന്നെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. കാരണം ആളുകൾ കുറവാണ്. ആളുകൾ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് മനസ്സിലാക്കും. ഇത്രയും ആളുകളൊക്കെ ഇവിടെ വരുമോ എന്ന് നമുക്കറിയണത് ആ സമയത്താണ്. ആളുകൾ കണ്ടമാനം ആളുകളുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ആൽബങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്, കണ്ടില്ലേ. ഈ ആലുകളൊക്കെ ഇങ്ങനെ, ഈ ആലിൻ്റെ വള്ളികൾ കണ്ടില്ലേ. ഈ ആലിൻ്റെ വള്ളികളൊക്കെ നേരെ താഴെ മുട്ടുമ്പോൾ ഭൂമിയിൽ മുട്ടുന്ന സമയത്ത് വീണ്ടും ഒരു ആലാവും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പരമാവധി ഇവർ അത് ആലിൻ്റെ ഭൂമിയിൽ മുട്ടാതെ തന്നെ അത് വെട്ടിക്കളയാറുണ്ട് പതിവ്. എന്ത് രസമാണെന്ന് വെച്ചിട്ടാ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പറയാൻ നല്ല ഉച്ച വെയിലാണ്, പക്ഷേ വെയിലിൻ്റെ ഒരു ഇതുപോലും നമുക്ക് താഴെ മുട്ടുന്നില്ല. കാരണം വളരെ ഇലകളാൽ മൂടപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ. വളരെ നേരിയ തോതിൽ മാത്രം നമുക്ക് വെളിച്ചം ഇവിടെ ഇപ്പോൾ തങ്ങുന്നുള്ളൂ. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ പല ഭാഗങ്ങളിലും
ഇരിക്കാനുള്ള സ്ഥലങ്ങളിൽ കണ്ടില്ലേ, ആലാണ്. ഇതിൻ്റെ അറ്റം നമുക്ക് അതിൻ്റെ ചില്ലകൾ മറ്റുള്ളതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതിങ്ങനെ അതിൻ്റെ ഒരു ചില്ലയാണ് ഈ പോകുന്നത്. അതിങ്ങനെ പോയി ഇടയ്ക്ക് വെച്ചിട്ട് അത് ഭൂമിയിൽ മുട്ടുന്നുണ്ട്, കണ്ടില്ലേ. ആ ഭൂമി മുട്ടി അതിൻ്റെ ബാക്കി ചില്ലകളാണ്. ഇതൊരു കുളമാണ്. ഈ കുളം നിറയെ വെള്ളമുള്ള ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളമൊന്നും തീരെ ഇല്ല. മഴക്കാലത്തൊക്കെ നല്ലോണം നല്ല വെള്ളം ഇതിൽ കാണാമായിരുന്നു. പക്ഷെ നല്ല കുഴിയൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ വെള്ളം കുറവാണിപ്പോൾ. പല ഭാഗത്തും നമ്മളിതിൻ്റെ വള്ളികളൊക്കെ ഭൂമിയിൽ മുട്ടിയിട്ട് വീണ്ടും അത് തഴച്ച് വളരുന്ന ഒരു പ്രക്രിയയാണ്. ഇവിടെ ഒരുപാട് വിശ്വാസികൾ ഇവിടെ വന്ന് തൊഴാറും പ്രാർത്ഥിക്കാറും ഒക്കെ ഉണ്ട് ഇവിടെ ഈ ഭാഗങ്ങളിൽ. അത് നമ്മൾക്ക് ഇപ്പോൾ ഈ കൊറോണ സമയമായതുകൊണ്ട് ഇവിടെ ആരുമില്ല, വിജനമായ സ്ഥലമാണ്. ഒരു മനുഷ്യൻ്റെ കുട്ടിയില്ല, ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ. ഒരാൾ പോകുന്ന കണ്ട അറ്റത്തെത്തില്ല, അത്രയ്ക്കും നല്ല രസമായിട്ട് കണ്ട. ഒരു വള്ളി ആ അറ്റത്തുനിന്ന് വരുന്ന കണ്ട, ആ വള്ളി വന്നിട്ട് കണ്ട. ഇതിലൊക്കെ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ആടിയിട്ടുണ്ട്. ഞങ്ങൾ കൂട്ടുകാരന്മാരൊക്കെ വന്ന് ഒരുപാട് പ്രാവശ്യം ആടിയിട്ടുണ്ട് ഈ വള്ളിയിലൊക്കെ. നല്ലേ, ഇതെല്ലാം നമുക്ക് അത്രയും ബലമാണ്. നമ്മൾ ഊഞ്ഞാൽ പോലെ നമുക്ക് ചുമ്മാ അങ്ങനെ ആടാം. എന്ത് രസമെന്ന് വെച്ചിട്ടാ, നല്ല രസമുള്ള കംപ്ലീറ്റ് ആലാണ് ഇവിടെ. ഇവിടെ നമ്മളൊരു ആലിൻ്റെ ചില്ല പോകുന്നു. ആ ചില്ല പോയിട്ട് അവിടെ എത്തുമ്പോൾ വീണ്ടും ഒരു വള്ളി താഴെ വന്ന് ആ വള്ളി വലുതായി അത് വലിയൊരു മരമായി മാറി ഇറക്കുന്നത്. ഞാനത് കാണിച്ചു തരാം, കുറച്ചും കൂടെ അടുത്തായിട്ട് കാണിച്ചു തരാം. ആണല്ലേ, വലിയ മരമായിരുന്നു മാറി ഇറങ്ങണല്ലേ. അത് വലിയ മരമായി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചില്ലകളായി. പിന്നെ ആ മരത്തിൻ്റെ ചില്ലകൾ അത് അങ്ങോട്ട് പല ഭാഗത്തേക്കും പോകില്ല. ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഈ മരത്തിൻ്റെ ഈ ആലിൻ്റെ ഒരു പ്രത്യേകതയാണ്, ചില്ലകളുടെ വള്ളികൾ ഇങ്ങനെ താഴെ ഭൂമിയിൽ മുട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും അത് ഒരു മരമായി മാറുന്നൊരു സംഭവമാണ്. ഇത്രയും വലിയ ആല്, ഇത് ചെറിയ ആലാണ്. ഈ ആല് വന്നിട്ട് ചെറിയൊരു ആലായിരിക്കാം അത് വന്നിട്ട് വള്ളി മുട്ടി കൊണ്ട് വലിയൊരു മരമായി മാറിയിട്ടുണ്ടല്ലേ. വലിയ മരം എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് വള്ളികളുള്ള ഒരാല്. അതിൽ വലിയ കനമുള്ള കമ്പുകളൊന്നുമില്ല, എല്ലാം വള്ളികളാണ്. ചെറുത് മാത്രം വലിയ തടിയുള്ള മരങ്ങളുണ്ട്. ബാക്കിയെല്ലാം ചില്ലകൾ, ചെറിയ ചെറിയ ചില്ലകൾ. അതങ്ങനെ പോകുന്നുണ്ട് പല ഭാഗത്തായിട്ട്, ഉണ്ടല്ലേ. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു വ്യൂ ആണ്. അത് നമുക്ക് വന്നാൽ തന്നെ അറിയുള്ളൂ. കൂടുതലായിട്ട് നമുക്ക് കാണണമെങ്കിൽ ഇപ്പോൾ ഒന്നാമത്തെ മഴ നല്ലൊരു ഡാർക്ക് കളറുണ്ട്. നല്ലൊരു സ്ഥലമാണ്. നമുക്ക് റിലാക്സ് ചെയ്യാനും ഒരു കുടുംബസമേതമൊക്കെ ഒരുപാട് പേര് വന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ റോഡ് വരുന്നത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഗോവിന്ദാപുരം തമിഴ്നാട് ബോർഡറിലേക്ക് പോകുന്ന ഭാഗത്തു നിന്ന് കൊല്ലംകോട് എന്ന് പറഞ്ഞൊരു ടൗണുണ്ട്. ആ ടൗണിൽ നിന്ന് നമുക്ക് ഒരു 1.5 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ, ഒരു ചെറിയ 1.5 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ചിങ്ങഞ്ചിറ എന്ന് പറഞ്ഞ റോഡ് നമുക്ക് കാണാം. അല്ലെങ്കിൽ നമുക്കത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ നമുക്കറിയാൻ പറ്റും. ആ റോഡ് വരുന്ന കുറേ ഭാഗങ്ങൾ ചില ഉള്ളിലേക്ക് വരണം. അത് ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ വരുന്നത് ഞാനത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്രാമങ്ങളിൽ കൂടെ നമ്മൾ വന്നിട്ട് ഒരു വിജനമായ സ്ഥലമാണ്, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. എങ്കിലും നമുക്ക് എല്ലാവർക്കും വന്ന് നമുക്ക് ഇവിടെ എന്താ പറയുക, മെയിനായിട്ടൊരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ പുറമെ ഇവിടെ കൂടുതലായിട്ട് ആളുകൾ വരുന്നത് എന്താ പറയുക, പിന്നെ റിലാക്സ് ചെയ്യാൻ വരുന്നുണ്ട്. പിന്നെ കൂട്ടുകാരന്മാരായിട്ട് വന്നിട്ട് പിന്നെ ഭക്ഷണം വെച്ച് കഴിച്ച് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഒരുപാട് ഫാമിലികൾ പല ഭാഗത്തു നിന്ന് നേർന്നിട്ട്, നമ്മൾ കുട്ടികളില്ലാത്തയും അതേപോലെ വീടില്ലാത്തവർക്ക് നേർന്നിട്ട് അതൊക്കെ നടപ്പിലാകുമ്പോൾ അവർ വന്നിട്ട് പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇവിടെ പൂജാകർമ്മങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് വിശ്വാസമുള്ള ഒരു ക്ഷേത്രം കൂടെയാണ്. മെയിനായിട്ട് ഇവിടെ ഈ കണ്ടില്ലേ, മരങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഇവിടെ. മരങ്ങൾ മാത്രം കംപ്ലീറ്റ് ആൽമരങ്ങളുടെ ഒരു ഘോഷയാത്ര. എവിടെ നോക്കിയാലും ആലിൻ്റെ ചില്ലകളും കൊമ്പുകളും കംപ്ലീറ്റ് ഒരുപാട് ആലുകളുണ്ട്. പക്ഷേ
ഇതെല്ലാം ഒന്നിൽ തുടങ്ങി മറ്റൊന്നിലേക്ക് അങ്ങനെ തുടർച്ചയായി ഓരോ മരങ്ങളിലേക്കും മാറി 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 പോകുന്ന എന്താ പറയുക ആലാണിത്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അങ്ങനെ ഒരു മരത്തിൽ നിന്ന് അത് ഒരു മരം മാത്രമായിട്ട് പൂർണ്ണമാവുന്നില്ല, അത് അടുത്ത മരങ്ങളിലേക്ക് പോയിട്ട് വള്ളി പോയിട്ട് അത് യോജിപ്പിച്ച് അങ്ങനെ കുറേ ആലുകളുണ്ട്. ഒരു 8-10 ആല് മേലെ ഇവിടെയുണ്ട്. പുതിയ പുതിയ ആൽമരങ്ങൾ ഇതാ വരാനായിട്ട് കാത്തു നിൽക്കുന്നു. ചിലപ്പോൾ വരുന്ന വർഷങ്ങളിലൊക്കെ ഇതും വലിയൊരു ആലായിട്ട് മാറും. അങ്ങനെ ഒരുപാട് ആലുകൾ ഇവിടെയുണ്ട്. പുതിയൊരു ആൽമരത്തിനായിട്ട് പിറവി കൊള്ളുകയാണ്, ഉണ്ടല്ലേ. പുതിയ തളിരൊക്കെ വന്നിട്ടുണ്ട്. ഇനി വരുന്ന വർഷങ്ങളിൽ ഇത് വലിയൊരു മരമായിട്ട് മാറും. അതിൻ്റെ ആദ്യ പടിയാണ് ഈ വള്ളികൾ വന്ന് ഭൂമിയിൽ മുട്ടിയത്. ഇതെല്ലാം കണ്ടല്ലേ, ഇതെല്ലാം ഭൂമിയിൽ മുട്ടിയിട്ടുണ്ട്. ഇത് പിന്നീട് വലിയ മരമായിട്ട് മാറുന്ന ലക്ഷണമാണ് കാണുന്നത്. എന്താ എന്ത് ഭംഗി വെച്ചിട്ടാണ്. നമുക്കിവിടെ വന്ന് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളൊരു വിഷ്വലിലൂടെ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഒരു പിക്ചറിലൂടെ നമുക്കിത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും ഇഷ്ടമാവുമെന്നും എനിക്കറിയില്ല. പക്ഷേ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അങ്ങനെ ചെയ്യാൻ നിൽക്കുന്നത്. എന്താ നല്ല രസമുള്ള സ്ഥലമാണ്. ഈ കുളത്തിൽ ഈ ഒരു കുളമുണ്ട്. ഈ കുളം നിറയെ വെള്ളം ഉണ്ടായിരുന്നതാണ്. അതെല്ലാം വെള്ളം വറ്റിയിരിക്കുന്നു. താഴ്ച ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കുട്ടികളൊക്കെ വന്ന് കളിക്കാറുള്ള സ്ഥലമാണല്ലേ. കുട്ടികളൊക്കെ ഇതിൽ വന്നിട്ട് കളിക്കും. വെള്ളമില്ലാത്ത സമയത്തൊക്കെ ഇറങ്ങിയിട്ടും ഈ ആലിൻ്റെ കൊമ്പിൽ നിന്ന് ചാടിയിട്ടൊക്കെ ആയിട്ട് കളിക്കാറുള്ള സ്ഥലം കൂടെയാണത്. അത്രയും താഴ്ന്ന് കിടക്കണമല്ലേ. ഈ മരത്തിൻ്റെ മുകളിൽ കൂടെ കയറും. ഈ മരത്തിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് കുറച്ച് വെള്ളമുള്ള സമയത്തൊക്കെ ആ അറ്റത്ത് പോയിട്ട് ചാടി അങ്ങനെ കുട്ടികളൊക്കെ നല്ല രസമായിട്ട് കളിക്കാറുണ്ട്. എല്ലാ കുട്ടികളും നല്ല മുതിർന്നവർ വരെ കളിക്കാറുള്ള ഒരു സ്ഥലമാണ്. അതാണ് ഉണ്ടാകും. ഏറ്റവും താഴെ മുട്ടിയിട്ട് ഭൂമിയിൽ മുട്ടിയിട്ട് കിടക്കുന്നത് വെച്ചാൽ വെള്ളത്തിൽ മുട്ടി കിടക്കുന്നതല്ലേ. ഒരു മെയിൻ ആലാണ് ഇവിടെ. ആല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അത്രയും ആലാണ് ഇവിടെ. ആലിൻ്റെ വള്ളികളും ആലിൻ്റെ ചിന്തകളും ഒരു എന്താ പറയുക, ഒരു ഗുഹ പോലെയുണ്ട് നമുക്ക് കാണുമ്പോൾ. ഇവിടെ ഈ ഒരു ചെറുത് കാണുമ്പോൾ ഒരു ഗുഹ പോലെ തോന്നണമല്ലേ. ആൽമരങ്ങളിലൊരു ഘോഷയാത്ര. രാത്രിയൊക്കെ ഒറ്റയ്ക്ക് വന്ന് നമുക്ക് പേടിയാവും അത്രയും. കാരണം ആളാണോ ആലിൻ്റെ വള്ളിയാണോ എന്ന് തിരിച്ചറിയില്ല. രാത്രിയൊക്കെ നമ്മൾ വന്ന് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാവും. ഇതിപ്പോൾ ഒരു ഉച്ച സമയമാണ്. ഉച്ച സമയം വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മണിയാണ്. ഇപ്പം തന്നെ ഇരുട്ട് പോലെ നമുക്ക് കാണാം. കാരണം വെളിച്ചം വളരെ കുറവാണ് ഇവിടെ അല്ലേ. നല്ല രസമുള്ള സ്ഥലമല്ലേ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പുതിയൊരു ആൽമരത്തിനായിട്ട് പിറവി കൊള്ളുകയാണ്, ഉണ്ടല്ലേ. പുതിയ തളിരൊക്കെ വന്നിട്ടുണ്ട്. ഇനി വരുന്ന വർഷങ്ങളിൽ ഇത് വലിയൊരു മരമായിട്ട് മാറും. അതിൻ്റെ ആദ്യ പടിയാണ് ഈ വള്ളികൾ വന്ന് ഭൂമിയിൽ മുട്ടിയത്. ഇതെല്ലാം കണ്ടല്ലേ, ഇതെല്ലാം ഭൂമിയിൽ മുട്ടിയിട്ടുണ്ട്. ഇത് പിന്നീട് വലിയ മരമായിട്ട് മാറുന്ന ലക്ഷണമാണ് കാണുന്നത്. എന്താ എന്ത് ഭംഗി വെച്ചിട്ടാണ്. നമുക്കിവിടെ വന്ന് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളൊരു വിഷ്വലിലൂടെ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഒരു പിക്ചറിലൂടെ നമുക്കിത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും ഇഷ്ടമാവുമെന്നും എനിക്കറിയില്ല. പക്ഷേ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അങ്ങനെ ചെയ്യാൻ നിൽക്കുന്നത്. എന്താ നല്ല രസമുള്ള സ്ഥലമാണ്. ഈ കുളത്തിൽ ഈ ഒരു കുളമുണ്ട്. ഈ കുളം നിറയെ വെള്ളം ഉണ്ടായിരുന്നതാണ്. അതെല്ലാം വെള്ളം വറ്റിയിരിക്കുന്നു. താഴ്ച ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കുട്ടികളൊക്കെ വന്ന് കളിക്കാറുള്ള സ്ഥലമാണല്ലേ. കുട്ടികളൊക്കെ ഇതിൽ വന്നിട്ട് കളിക്കും. വെള്ളമില്ലാത്ത സമയത്തൊക്കെ ഇറങ്ങിയിട്ടും ഈ ആലിൻ്റെ കൊമ്പിൽ നിന്ന് ചാടിയിട്ടൊക്കെ ആയിട്ട് കളിക്കാറുള്ള സ്ഥലം കൂടെയാണത്. അത്രയും താഴ്ന്ന് കിടക്കണമല്ലേ. ഈ മരത്തിൻ്റെ മുകളിൽ കൂടെ കയറും. ഈ മരത്തിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് കുറച്ച് വെള്ളമുള്ള സമയത്തൊക്കെ ആ അറ്റത്ത് പോയിട്ട് ചാടി അങ്ങനെ കുട്ടികളൊക്കെ നല്ല രസമായിട്ട് കളിക്കാറുണ്ട്. എല്ലാ കുട്ടികളും നല്ല മുതിർന്നവർ വരെ കളിക്കാറുള്ള ഒരു സ്ഥലമാണ്. അതാണ് ഉണ്ടാകും. ഏറ്റവും താഴെ മുട്ടിയിട്ട് ഭൂമിയിൽ മുട്ടിയിട്ട് കിടക്കുന്നത് വെച്ചാൽ വെള്ളത്തിൽ മുട്ടി കിടക്കുന്നതല്ലേ. ഒരു മെയിൻ ആലാണ് ഇവിടെ. ആല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അത്രയും ആലാണ് ഇവിടെ. ആലിൻ്റെ വള്ളികളും ആലിൻ്റെ ചിന്തകളും ഒരു എന്താ പറയുക, ഒരു ഗുഹ പോലെയുണ്ട് നമുക്ക് കാണുമ്പോൾ. ഇവിടെ ഈ ഒരു ചെറുത് കാണുമ്പോൾ ഒരു ഗുഹ പോലെ തോന്നണമല്ലേ. ആൽമരങ്ങളിലൊരു ഘോഷയാത്ര. രാത്രിയൊക്കെ ഒറ്റയ്ക്ക് വന്ന് നമുക്ക് പേടിയാവും അത്രയും. കാരണം ആളാണോ ആലിൻ്റെ വള്ളിയാണോ എന്ന് തിരിച്ചറിയില്ല. രാത്രിയൊക്കെ നമ്മൾ വന്ന് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാവും. ഇതിപ്പോൾ ഒരു ഉച്ച സമയമാണ്. ഉച്ച സമയം വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മണിയാണ്. ഇപ്പം തന്നെ ഇരുട്ട് പോലെ നമുക്ക് കാണാം. കാരണം വെളിച്ചം വളരെ കുറവാണ് ഇവിടെ
അല്ലേ? നല്ല രസമുള്ള സ്ഥലമല്ലേ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനോഹരമായ സ്ഥലമാണ് നമ്മൾ ഈ കാണുന്ന വ്യൂകൾ. നല്ല രസമുള്ള കാഴ്ചകളാണ്. എങ്ങനെ നമുക്ക് നോക്കിയാലും നല്ല രസമുള്ള മിക്കവാറും ഇവിടെ ആല് തന്നെയാണ്. ആലിൻ്റെ ഒരു പ്രത്യേകത ഭംഗി തന്നെയാണ് ഇവിടെ കാണുന്നത്. ആൽമരങ്ങളുടെ ആലിൽ കൊമ്പുകളും ചില്ലകളും അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് കൊറോണ കാരണം കൂടുതലായിട്ട് ഇപ്പോൾ ആരും വരുന്നില്ല. അല്ലെങ്കിൽ നല്ല ഫാമിലികളും കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ വരാറുള്ള സ്ഥലമാണ്. ഉയർന്നു നിൽക്കുകയാണ്. മരത്തിൻ്റെ ചില്ലകളും മറ്റ് ഭാഗങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഇനി എവിടേക്ക് എന്നുള്ളത് നോക്കി നിൽക്കുക ഓരോ മരത്തിൻ്റെ ചില്ലകളും. കാരണം വിജനമായി കിടക്കല്ലേ സ്ഥലം. എങ്ങനെ വേണമെങ്കിലും ചില്ലകൾക്ക് പാറി പറന്ന് നടക്കാമല്ലോ. അത്രയ്ക്ക് സ്ഥലങ്ങൾ ഇവിടെ ഇങ്ങനെ കിടക്കുക. മരങ്ങളിലെ കൂമ്പാരം, ആൽമരങ്ങളിലെ കൂമ്പാരം, വള്ളികളിങ്ങനെ ഭൂമിയിൽ തൊട്ടില്ലാന്ന് വെച്ച് നിൽക്കുക. അറുത്തുവിടാനായിട്ട് ഇവിടുത്തെ ആളുകളും നിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഉൾപ്രദേശങ്ങളിൽ നമ്മളൊന്നും അറിയാതെ നമ്മളെ മുന്നിലൊന്നും കാണാതെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. നമ്മളത് തേടി പിടിച്ച് ഒരാൾ തേടി പിടിക്കുമ്പോൾ മറ്റാൾ അങ്ങനെയാണ് നമ്മളിത് പ്രസിദ്ധി അറിയുന്നത്. കണ്ട ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിൽ, നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ തന്നെ കിടക്കുന്നുണ്ട്. നല്ല നല്ല രസമുള്ള സ്ഥലങ്ങൾ. പക്ഷെ അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് പോയി കാണണം. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല സ്ഥലമുണ്ട്. വേരൊക്കെ കണ്ടില്ലേ? വേര് മുട്ടി. ഇതിപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ വരാവുന്ന രക്ഷയുണ്ട്. പക്ഷെ അതിന് മുന്നേ തന്നെ മുറിച്ചുകൂടി വരൊക്കെ. നല്ല രസമുള്ളതാണ്ട. ഒരു ശാന്തത, വളരെ ശാന്തതയുള്ളൊരു ഏരിയയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം വീടുകളൊന്നും ഈ പ്രദേശത്ത് എവിടെയില്ല. കാരണം അത്രയ്ക്കും ഉള്ളിലേക്കാണ് നമ്മൾ വന്നിട്ടുണ്ട്. കാരണം വീടുകളൊന്നും ഈ ഭാഗത്തായിട്ട് എവിടെ ബിസ്ക്കറ്റ്, കുട്ടികൾക്കുള്ള ബിസ്ക്കറ്റുകൾ, കളിപ്പാട്ടങ്ങൾ, ചെറിയ ചായ, അങ്ങനെ ഉള്ള ചെറിയൊരു കടയാണ്. അത് മാത്രമേ ഇവിടെ ഇപ്പോൾ ഇവർക്ക് ഇവിടെയുള്ള. കാരണം ദൂരമുണ്ട് ഇവിടെ നിന്ന് ടൗണിലേക്കൊക്കെ പോകാനോ വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വല്ല എന്തെങ്കിലും മേടിക്കാനോ മറ്റെന്ത് ആവശ്യങ്ങൾക്കായാലും നമുക്ക് ടൗണിലേക്ക് പോകാനൊക്കെ ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കടയാണ്. ഈ ഒരു മരം കണ്ടില്ലേ? അതിങ്ങനെ ചരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അതിൻ്റെ ചില്ലകൾ ഒരു ഭാഗത്തേക്ക് മാത്രമേ ഉള്ളൂ. കണ്ടല്ലേ? ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള ചില്ലകൾ. അത് വലിയ ചില്ലകൾ തന്നെയാണ്. അത് വന്നിട്ട് തൂങ്ങിണ്ടല്ലേ? ഒരുപാട് വള്ളികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ? ആ വള്ളിയിൽ നിന്ന് തന്നെയാണ് ആ കാണുന്ന മരം ഉണ്ടായിരിക്കുന്നത്. അതിൽ അങ്ങനെ പോയിട്ട് കുളത്തിലേക്ക് പോകുന്ന ചില്ലകൾ കണ്ടില്ലേ? ഒരുപാട് മരങ്ങൾ അങ്ങനെ. ഈ മരങ്ങളിൽ തന്നെ ചില്ലകൾ, ദൂരെ കാണുന്ന ചില്ലകൾ മുഴുവൻ ഈ മരത്തിൽ നിന്നുള്ള ചില്ലകളിൽ നിന്ന് ഭൂമിയിൽ വന്ന് വീണ്ടും ഒരു മരമായി മാറിയിറങ്ങണ്ടല്ലേ? ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല നല്ല അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എനിക്ക് അയയ്ക്കുക. നല്ല നല്ല കാഴ്ചകൾ ഞാൻ വീണ്ടും ഇത് വെച്ച് കുറച്ചും കൂടെ നല്ല നല്ല കാഴ്ചകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അടുത്ത ആഴ്ച. ബായ്, നമസ്കാരം.